അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ ഗ്രാൻഡ് ലോജിക് ഒക്കെ നടന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബിഗ് ബോസിൽ കാല് കുത്തിയിരിക്കുന്നത് നമ്മുടെ കോമർ അനീഷാണ് കേട്ടോ. പുള്ളിയാണെങ്കിൽ ഒരു ചെറിയൊരു ഗെയിമൊക്കെ ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് കാല് കുത്തിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. വേറെ ഒന്നും ഒരു പ്രൊവോക്കിംഗ് ഗെയിമുമായിട്ടാണ് നമ്മുടെ അനീഷ് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് കുത്തിയേക്കുന്നതെന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നമ്മുടെ അനുമോളാണ് സെക്കൻഡ് വന്നിരിക്കുന്നത്. അനുമോൾ വന്ന പാട് തന്നെ നല്ല ചുന്ദരി മണിയായിട്ടാണ് അനുമോൾ വന്നിരിക്കുന്നത് കേട്ടോ. അനുമോൾ വന്ന പാടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ അറിയാമോ എന്നാണ് അനുമോൾ ചോദിച്ചത്. അപ്പോൾ അനീഷ് പറഞ്ഞൊരു മറുപടി നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ, എനിക്ക് അറിയില്ല, നമ്മളിപ്പം പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ, നമ്മൾ പെതുക്കെ കൊണ്ട് പരിചയപ്പെടാം എന്നാണ് അനീഷ് പറഞ്ഞത്. എന്നിട്ട് ആ വായി തന്നെ അടുത്ത ഡയലോഗ് അനീഷിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും നോക്കിയാൽ ശ്രദ്ധിച്ചായിരുന്നോ? ഷോയിലാണ് കാണാൻ ഭംഗി കൂടുതലും, പക്ഷേ നേരിട്ട് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല എന്നാണ് അനുമോളോട് പറഞ്ഞേക്കുന്നത്. ഇത് തന്നെ അങ്ങയുടെ ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ഗെയിം തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അനുമോളുടെ ഒരു ദേശീയ ഭാവത്തിൽ ഇങ്ങനെയുള്ള ആ ഒരു നോട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. തന്നെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും വരുമ്പോഴും അനീഷ് പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയില്ല, എന്നെ അറിയാവോ, ഞാൻ ഒരു എഴുത്തുകാരനാണ്, എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, കണ്ടതല്ലേ ഉള്ളൂ, നമുക്ക് പരിചയപ്പെടാം, അങ്ങനെയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. പിന്നെ 2-3 പേര് വന്നപ്പം ഓടിപ്പോയി റൂമിനകത്ത് പോയി നിൽക്കുന്നതും അനീഷേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ അനുമോളാന്ന് തോന്നുന്നു വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നേരം അനീഷേട്ടാ എന്ന് പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു ഈ കളിയാക്കൽ മട്ടുമൊക്കെ. പക്ഷേ എന്തായാലും ഇതിനകത്ത് അടിയിടിയൊക്കെ ഉറപ്പാണ്. കാരണം 6-നേക്കാളിലും ഭയങ്കര ഗംഭീരമായിട്ടാണ് 7 നടക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം 8ൻ്റെ ഒരു പണിയെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല കേട്ടോ. 16ൻ്റെ പണിയാണ് നമ്മുടെ ബിഗ് ബോസ് ഉള്ള മത്സരാർത്ഥിക്കൊക്കെ കൊടുത്തേക്കുന്നത്. കാരണം ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ടായിരുന്നു. ഇവർ ബിഗ് ബോസിൽ വീട്ടിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 3 പേരാണ് വിൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആര്യന് സെക്കൻഡ്, നമ്മുടെ മൂന്നാമത് ഷാനവാസുമാണ് നമ്മുടെ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് മാത്രം ഒരു 3 ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മത്സരാർത്ഥികൾ വീട്ടിനകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർക്കാർക്കും ഫുൾ പെട്ടികൾ അവർ കൊണ്ടുവന്ന് അവരുടെ മേക്കപ്പ് ആയാലും ഡ്രസ്സായാലും അവർക്ക് പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം പെട്ടിക്കകത്തുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ആ പെട്ടി കൊടുത്തിട്ടില്ല ബിഗ് ബോസ്. ഇപ്പം ഈ ആക്ടിവിറ്റി 3 പേരാണ് ജയിച്ചത്. അവർക്ക് 3 പേർക്കുമാണ് പെട്ടി ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ബിഗ് ബോസ് ഇങ്ങനെയാണ് ഒരു തന്ത്രം മെനഞ്ഞെടുത്തേക്കുന്നത്. ഈ ബാഡ്ജ് 3 പേർക്കും 3 ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ആ ബാഡ്ജ് മറ്റ് മത്സരാർത്ഥികൾ ആരെങ്കിലും തട്ടിപ്പറിച്ച് അവരുടെ കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ ഫുൾ പെട്ടിയും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ബാഡ്ജ് എൻ്റെ ഉടമസ്ഥരുടെ പെട്ടി ഉള്ളിലോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയായാലും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ബാഗുകളെല്ലാം വേണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ മാക്സിമം ആ ബാഗിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്താ പറയുക, പാത്ത് അല്ലെങ്കിൽ എങ്ങും പാത്തും പതുങ്ങി എങ്ങും മാറ്റി വെച്ചേക്കരുത്, അത് അവരുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം. ആ കയ്യിൽ നിന്ന് വേണം മറ്റുള്ളവർ അത് തട്ടിപ്പറിച്ചെടുക്കാനെന്ന്. നമ്മുടെ ആര്യനെ ഓടി നടന്ന് എല്ലാവരും കൂടെ പുറത്ത് വീഴുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആര്യനെയാണ് കൂടുതൽ ആൾക്കാർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആര്യൻ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കൊണ്ട് ആര്യൻ ഓടി, എന്താ പറയുക, നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ കയറുന്ന രംഗമൊക്കെ ഉണ്ട്. ആ ബാത്റൂമിൽ കയറി ഇരിക്കുന്ന രംഗമൊക്കെ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചത്തെ, അതായത് ഇന്നത്തെ റിവ്യൂ ആണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് മിനി സുനിൽ. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുത്ത ബാഡ്ജ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കോമണറായിട്ടുള്ള അനീഷ് ആയാലും അനുമോളായാലും നോറ ആദിലായാലും ഇവരെല്ലാവരും അവരുടെ മാക്സിമം എടുത്ത് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഈ ബാഡ്ജ് കരസ്ഥമാക്കിയിട്ട് വേണം അവരുടെ പെട്ടി ഫുൾ അവർക്ക് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വൻ ഇടിയുടെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ പ്രൊമോ കാണിക്കുന്നതും. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഗെയിം തന്ത്രങ്ങൾ ആരെങ്കിലുമൊക്കെ കാണിക്കുവോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു രഹസ്യം കൂടെ പറയാം. ആരാണ് അടുത്ത ബിഗ് ബോസിലെ
ക്യാപ്റ്റൻ എന്നുള്ളത്. ആദ്യത്തെ ക്യാപ്റ്റൻ സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണെന്നും പിന്നെ രേണു സുധിയെക്കുറിച്ച് കുറച്ച് ഗോസിപ്പുകൾ ഇന്നലെ രാത്രി തന്നെ അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പം അതുവരെ ആരെങ്കിലും എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, ഞാൻ പേഴ്സണലി ഇവരെ ആരെയും എനിക്കറിയില്ല, ഇവരാരാണ് എന്താണ് ഇതെല്ലാം നമുക്ക് നമ്മൾ ഓരോന്നും ടെലിവിഷനിലൂടെയാണ് ഇവരെ മാക്സിമം നമുക്ക് ഇവരെയൊക്കെ അറിയാവുന്നത് അല്ലേ. അപ്പം നമുക്ക് ആരുമായിട്ടും ഒരു ദേഷ്യമോ പകയോ ഒന്നുമില്ല. പക്ഷേ എന്താണ് ഞാൻ ഇതിൽ കാണുന്നത്, എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്കത് ഏതൊക്കെ രീതിയിലാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഉടനെ ഒരു ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ഇന്നത്തെ പ്രമോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉടനെ നമുക്ക് വരാം. അതുവരെ ടാറ്റ ബൈ, സി യു.